Hi, what's happening, people? This is Liquid, and welcome back to new video. ഹായ് അപ്പോൾ കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു ക്യാമറ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഫൈനലി ഞാൻ എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്തു. ഇതാണ് എൻ്റെ ന്യൂ ക്യാമറ DJI Osmo Action 6. അപ്പോൾ നമുക്ക് ഒന്ന് അൺബോക്സ് നോക്കിയാലോ. ഇതാണ് ഇതിൻ്റെ ആക്സസറി ബോക്സ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് മൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാറ്ററി. ഇതാണ് എൻ്റെ ക്യാമറ. അപ്പം ഞാൻ ബാറ്ററി നേരെ ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഈ ക്യാമറയ്ക്ക് ഒരു 50 GB സ്റ്റോറേജ് വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എക്സ്ട്രാ ഒരു 512 GB മെമ്മറി കാർഡ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന DJIയുടെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഫോണിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഏത് ഡിവൈസ് ആണോ അതിനകത്തേക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതൊക്കെ. കാരണം ഞാൻ കുറേ അന്വേഷിച്ചു, കുറേ റിവ്യൂസൊക്കെ കണ്ടു. അപ്പോൾ അടിപൊളി ഫീഡ്ബാക്കാണ് ഈ ക്യാമറയ്ക്ക് പറയുന്നത് എല്ലാവരും. അപ്പോൾ അക്കോർഡിംഗ് ടു നമ്മുടെ മാർക്കറ്റിൽ വേറെ കുറേ ക്യാമറാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ബാറ്ററി ഇടാൻ വേണ്ടി പോവാണ്. 1950 mAh ആണ് ബാറ്ററി വരുന്നത്. ഞാൻ എടുത്തേക്കുന്ന കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞൊരു വെർഷൻ എടുത്തത്. നമുക്കിത് ഓണാക്കി നോക്കാം. അപ്പോൾ ഈ ക്യാമറ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമറയുടെ സ്പെക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ്സ് ഫസ്റ്റ് വേരിയബിൾ അപ്പറേച്ചർ ഉള്ളൊരു ക്യാമറയാണിത് വരുന്നത്. DJIയുടെ Osmo Action 6. അപ്പോൾ പിന്നെ ഇതിന് കുറേ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ND ഫിൽറ്റേഴ്സ്, അങ്ങനെ എക്സ്ട്രാ കുറേ ബണ്ടിൽസ് കാര്യങ്ങൾ, ബാറ്ററി ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിന് ഫ്രണ്ടിലൊരു സ്ക്രീൻ വരുന്നുണ്ട്, ബാക്കിലൊരു സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെയാണ് മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ ഇടുന്നത്. പിന്നെ ഇവിടെ ബാറ്ററി സ്ലൈഡ് ചെയ്യാനൊരു ഡോറുണ്ട്. അപ്പം ഞാൻ എടുത്തേക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സർ എന്നൊരു ബ്രാൻഡിൻ്റെ 512 GB ഒരു മെമ്മറി കാർഡാണ് ഞാൻ എടുത്തേക്കണത്. പിന്നെ ഞാൻ ഒരു ആക്സസറി ബണ്ടിൽ എക്സ്ട്രാ മേടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇതിനകത്ത് കുറേ മൗണ്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ക്യാമറയുടെ സ്പെക്ക് പറയാനാണെങ്കിൽ ഇപ്പോൾ 20 മീറ്റർ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. 4 hour ഇപ്പോൾ ബാറ്ററി ബാക്കപ്പ് പറയുന്നത്. ഞാൻ സ്റ്റാൻഡേർഡ് കോംബോ ആണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ബാറ്ററിയാണ് ഞാൻ കിട്ടിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ ബാറ്ററീസൊക്കെ വേറെ വാങ്ങുന്നുണ്ട്. ND ഫിൽറ്റേഴ്സ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ട്. പിന്നെ ക്യാമറയിൽ തന്നെ ഇതിൻ്റെ സെൻസർ വരുന്നത് 1:1 എന്നൊരു സ്ക്വയർ സെൻസറാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരേ സമയം തന്നെ ലാൻഡ്സ്കേപ്പ് മോഡിലും നമുക്ക് വെർട്ടിക്കൽ മോഡിലും നമുക്ക് വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ 50 GB ഇൻബിൽട്ട് സ്റ്റോറേജ് ക്യാമറയിൽ വരുന്നുണ്ട്. 20 മീറ്റർ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അതായത് കൂടുതൽ നമുക്ക് പോകണമെങ്കിൽ നമുക്ക് വാട്ടർ പ്രൊട്ടക്ഷൻ ഉള്ളൊരു കേസ് നമുക്ക് മേടിക്കാൻ കിട്ടും എക്സ്ട്രാ. അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ക്യാമറയുടെ ഒപ്പം തന്നെ ആക്സസറീസ് എനിക്ക് എന്ത് കിട്ടിയേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജിങ് കേബിൾ ഉണ്ട്, C to C. പിന്നെ
ഒരു മൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് ക്യാമറയുടെ ഒപ്പം കിട്ടിയേക്കണത്. ഇതിന് വേറൊരു ലെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് സെപ്പറേറ്റ് ആഡ് ഓൺ ആക്സസറീസ് ആണ്. മാക്രോ ലെൻസ് എന്നൊക്കെ പറയും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫോക്കസ് ചെയ്തിട്ടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാമറ ഇപ്പോൾ ജസ്റ്റ് ഓപ്പൺ ആക്കി നോക്കിയിട്ടുള്ളൂ. എനിക്കിപ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞാനൊരു കുറച്ച് കഴിഞ്ഞിട്ടൊരു യൂസർ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ ബാക്കി പുതിയ വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ. സീ യു.